ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ യാത്രയിൽ നാവികസേന അകമ്പടി പോകുന്നതുകൊണ്ട് മാത്രം പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാനാകില്ലെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ മേധാവി. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ നാവികസേനയുടെ സാന്നിധ്യത്തിന് പരിമിതികൾ ഉണ്ട് എന്ന് IMO സെക്രട്ടറി ജനറൽ അസീനിയോ ഡോമിഗ്യൂസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കപ്പലുകളുടെയും ജീവനക്കാരുടെയും സുരക്ഷയിൽ അന്താരാഷ്ട്ര സമൂഹം വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് ചേരുന്നത്. ഐസൻ, വളരെ കൃത്യമായൊരു നിരീക്ഷണം തന്നെയാണല്ലേ അത്? അതായത് ഇത്തരത്തിൽ അകമ്പടി സേവിക്കുന്നത് കൊണ്ട് മാത്രം പൂർണ്ണ സുരക്ഷ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഇറാനാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അല്ലേ? തീർച്ചയായും രാഖി, ഇപ്പോൾ ഈ പ്രശ്നം ഉയരുന്നത് അതായത് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി ജനറൽ അസീനിയോ ഡൊമിഗ്യോസിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് അതത് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളുടെ എല്ലാം തന്നെ ഈ സൈനിക കപ്പലുകൾ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകൾ അകമ്പടി പോകുന്ന ഒരു രീതിയുണ്ട്. യുദ്ധക്കപ്പലുകൾ മുന്നിലോ പിന്നിലോ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണാനും കൃത്യമായി അത് പ്രതിരോധിക്കാനും സാധ്യതയുണ്ട്. ആ സാധ്യതയും സാധിക്കുകയും ചെയ്യും. അത്തരമൊരു നീക്കങ്ങൾ നടത്തുന്നതിലൂടെ വലിയ രീതിയിൽ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം സാധ്യമാക്കാനാകുമെന്ന പ്രതീക്ഷ വേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പല രീതിയിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ഹോർമൂസ് കടലിടുക്കിൻ്റെ വിഷയത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. അത് ചിലത് സൈനിക നടപടിയുടെ ഭാഗമായി അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ പിന്തുണയോടെ സൈനിക കപ്പലുകൾ അകമ്പടി സേവിക്കുന്ന ഒരു രീതി ചില രാജ്യങ്ങൾ അനുവർത്തിക്കുന്നുണ്ടെങ്കിൽ ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ്റെ അനുമതിയോടെ സുരക്ഷിതമായി അവിടേക്ക് കപ്പലുകൾ കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അത്തരത്തിൽ വിവിധങ്ങളായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും നിർണായകമായ വാണിജ്യ ഇടപാട് നടക്കുന്ന ഒരു ഇടനാഴിയാണ് കടൽ ഇടനാഴിയാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. സ്വാഭാവികമായും അത്രയും നിർണായകമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു സാഹചര്യം 20% എണ്ണക്കടത്ത് നടക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു പ്രദേശമായതിനാൽ തന്നെ ആ വഴിയിലൂടെ എല്ലാ കാലവും സൈന്യത്തെ അകമ്പടി നിർത്തി അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇത്തരത്തിലുള്ള കപ്പലുകൾ സഞ്ചരിക്കുക സാധ്യമല്ല എന്ന് തന്നെയാണ് IMO സെക്രട്ടറി ജനറൽ അറിയിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി ജനറൽ അറിയിച്ചിരിക്കുന്നത്. ലോകം മുഴുവനുമുള്ള വാണിജ്യ കപ്പലുകളുടെ നിയന്ത്രണം സംബന്ധിച്ച അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച സംവിധാനങ്ങളെല്ലാം തന്നെ നൽകുന്ന ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റേറിയൻ സംവിധാനമാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള സൈനിക സംവിധാനങ്ങൾ എല്ലാ കാലത്തും കൊണ്ടു നടക്കുക എന്നത് പ്രായോഗികമായി നടപ്പാകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ ഹോർമൂസ് കടലിടുക്കിനെ പഴയ രീതിയിൽ കൊണ്ടുവരിക എന്നതാണ് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതത്തെ സംബന്ധിച്ചും പ്രായോഗികമായൊരു വഴി. ആ വഴിയിലേക്ക് നീങ്ങേണ്ടതുണ്ട്. സൈനിക സംവിധാനങ്ങൾ ഒരുക്കി ഈ വീണ്ടും സാധ്യമായ അല്ലെങ്കിൽ സംഘർഷഭരിതമായ ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുക അസാധ്യമെന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് വിവിധ രാജ്യങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഈ അടുത്ത കാലത്ത് അതായത് 2 ദിവസം മുമ്പ് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഹോർമൂസ് കടലിടുക്ക് സ്ഥായിയായ ഒരു പ്രതിസന്ധി പ്രദേശമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു റൂട്ടുകൾ കണ്ടെത്താൻ സുരക്ഷിത റൂട്ടുകൾ കണ്ടെത്താനുള്ള നിർദ്ദേശമൊക്കെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു സുരക്ഷിത മാരിടൈം റൂട്ടുകൾ മറ്റു രീതിയിൽ കണ്ടെത്തുന്നതിനുള്ള സാധ്യതകൾ തുറക്കണം എന്ന നിലപാട് ട്രംപ് അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.